Hi everyone. ഞാൻ ഐശ്വര്യ. ഞാൻ അജിത്. വെൽക്കം ടു അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സ്ലോവേനിയൻ മല്ലൂസ് ഒഫീഷ്യൽ. ഫൈനലി നമ്മളുടെ യൂട്യൂബ് ചാനലില് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് കരുതിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്നുള്ളത്. നമുക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിരുന്നില്ല. ഫൈനലി ഇന്നാണ് അതിനൊരു സമയവും സന്ദർഭവും ഒക്കെ കിട്ടിയത്. ഒരു ചാൻസ് ഒത്തു വന്നു, നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ പേരിൽ എന്ന പോലെ തന്നെ സ്ലോവേനിയൻ മല്ലൂസ് എന്ന പോലെ നമ്മൾ ഇവിടുത്തെ സ്ലോവേനിയയിലെ ഒരു മല്ലു ഫാമിലിയാണ്. ഫാമിലി എന്നല്ല, നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ ഫാമിലീസ് ഉണ്ട്. മല്ലു ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഒരു ആളുകളെ കുറിച്ച് പറയാനും രാജ്യത്തിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനും ഒക്കെ. മോറോവർ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലോവേനിയയെ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തന്നെ തുടങ്ങിയത്. കാരണം സ്ലോവേനിയ ഇപ്പൊ കുറെ പേർക്ക് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ. ഒരു സെക്കൻഡ് സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്, ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ സെൻട്രൽ യൂറോപ്പിലെ ഒരു രാജ്യമാണ് സ്ലോവേനിയ. പിന്നെ ഇവിടെ മുമ്പ് യൂഗോസ്ലാവിയ എന്ന് പറഞ്ഞൊരു ഒറ്റ രാജ്യമായിരുന്നു. അത് വിഭജിച്ചുണ്ടായ പല രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒന്നാണ് നമ്മുടെ സ്ലോവേനിയ. പിന്നെ ബോസ്നിയ ഹെർസഗോവിനിയ, അങ്ങനെയുള്ള. നമ്മള് സ്ലോവേനിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു സതേൺ സെൻട്രൽ യൂറോപ്പില് വരുന്ന ഒരു രാജ്യമാണ് സ്ലോവേനിയ. ഏകദേശം 1000-ഓളം വർഷങ്ങള് റോമൻ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു ഈ യൂഗോസ്ലോവിയയിൽ അടങ്ങിയിരുന്ന ഈ സ്ലോവേനിയ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. ഈ യൂഗോസ്ലാവിയ വിഭജിച്ചുണ്ടായ ഒരു രാജ്യങ്ങളിൽ പലതാണ് സ്ലോവേനിയ. ബോസ്നിയ ഹെർസഗോവിനിയ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ സ്ലോവേനിയ. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ സ്ലോവേനിയ എന്ന് പറയുമ്പോൾ സ്ലോവാക്കിയാണോ ചെക്കോസ്ലോവാക്കിയാണോ എന്നാണ് ചോദിക്കുന്നത്. അതെ, കാരണം ഞാന് നമ്മളുടെ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് എവിടെയാണെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആദ്യം പറഞ്ഞത് ചെക്കോസ്ലോവാക്കിയയിലാണെന്ന്. പക്ഷെ അല്ല, ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് സ്ലോവേനിയ എന്താന്നുള്ളത് ശരിക്കും മനസ്സിലായത് തന്നെ. ശരിക്കും പറഞ്ഞാൽ മുമ്പ് തന്നെ ചെക്കോസ്ലോവാക്കിയ എന്നുണ്ടായിരുന്നു. ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കുഞ്ഞു രാജ്യങ്ങളായി. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ സ്ലോവേനിയ എന്ന് പറയുന്നത് ഇറ്റലിയും ക്രൊയേഷ്യയും സെർബിയ ഒക്കെ ബോർഡർ ചെയ്യുന്ന ഒരു കുഞ്ഞു രാജ്യമാണ്. ഓസ്ട്രിയയുമായിട്ടും ബോർഡറിംഗ് ഉണ്ട്. ഒരു വളരെ കുഞ്ഞു രാജ്യമാണ്. ഏകദേശം ഒരു 21-22 ലക്ഷം ആളുകളെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. നമ്മുടെ ഒരു തിരുവനന്തപുരം പറയാമോ? തിരുവനന്തപുരത്തിന് പഞ്ചായത്തിലുള്ള ആളുകളൊക്കെ തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ ആ ചെറിയ രാജ്യമാണെങ്കിലും ഇവിടെ കാണാൻ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണ് സ്ലോവേനിയനെ പറയുന്നത്. കാരണം അതിന്റെ ലാൻഡ്സ്കേപ്പ്, ബ്യൂട്ടി, ഫോറസ്റ്റ്, എവറിത്തിങ് എല്ലാം അതൊരു പ്രത്യേക ഭംഗിയാണ്. ഞാനിവിടെ വരുന്നതിന് മുന്നേ ഇതൊക്കെ നമ്മള് ഫിലിംസിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോകുമ്പോ നമ്മുടെ വാൾപേപ്പേഴ്സ് അതിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. അന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെന്നും അവിടെയൊക്കെ പോകാൻ പറ്റുമെന്നും. പക്ഷെ ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് ഇതിന്റെ ഒരു ബ്യൂട്ടിയും എല്ലാം. അതിന്റെ ഒരു ബ്യൂട്ടിയുടെ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഏകദേശം 70% സ്ഥലവും വുഡ്സ് ആണ്, അതായത് ഫോറസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ഗവൺമെന്റ് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് അത്രയും മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയും നാട്ടിലത്തെ പോലെ തന്നെ പരിസ്ഥിതിയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ കർശനമായിട്ട് കമ്പനികളൊന്നും വരില്ല. മസ്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ലോവേനിയയിൽ വന്നിട്ട് ഏകദേശം 12 വർഷമാവുന്നു. അതെ, 12. നമുക്ക് ജീവപര്യന്തരമൊക്കെ അത്രയാണോ? അത് തന്നെ. ഓക്കെ, 12 വർഷമാവുന്നു. അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മൾ ഇത്രയും നാളെടുത്ത് ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ലോവേനിയനെ നിങ്ങളിലോട്ട് എത്തിക്കാനോ ഒക്കെ ഒരുപാട് സമയമെടുത്തു. പക്ഷെ എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയാ. അപ്പം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോവേനിയയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലോട്ട് കാണിക്കുന്നു. നമ്മളുടെ ഒരു യാത്ര, ഞങ്ങൾ രണ്ടുപേരും ഉള്ള സ്ലോവേനിയയിലുള്ള ഒരു യാത്രയാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ നോക്കുന്നത് അല്ലെ. 12 വർഷത്തെ കഥ അത് പറയാല്ലേ? പറയൂ. അപ്പൊ ഞാൻ ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞൊരു 12 വർഷമായിട്ട് നമ്മളൊരു ടീമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ലാഷ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, സ്ലൊവേനിയയിൽ തന്നെയുള്ള ലാഷ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ലുബ്ലിയാനയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ, ഹൈവേ ആണെങ്കിൽ 1 മണിക്കൂറിൽ
നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതെ. അല്ലാതെ കൺട്രി സൈഡ് വഴിയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ. എനിക്കൊന്ന് സ്ലോവേനിയയിലുള്ള കൂടുതലും മലയാളി ആൾക്കാർക്ക് ഇപ്പം ലാഷ്കോ അറിയാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ബിയർ ഫാക്ടറി ഉണ്ട്. ലാഷ്കോ ബിയർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ബിയർ ഫാക്ടറിയുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഈ പുറകിൽ കാണുന്ന പുഴയുടെ ഒരു കുറച്ചപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ഒരു ഫാക്ടറി ഉള്ളത്. അതെ. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് മലയാളികൾ എന്ന് പറയുന്നത് വളരെ 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 കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 100-ൽ താഴെ മാത്രം വരുന്ന ഒരു മലയാളി കമ്മ്യൂണിറ്റിയെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എംബസിയിൽ പോകുമ്പോൾ ഇന്ത്യൻസിനെ കാണുന്നത് തന്നെ വളരെ അപൂർവമായിട്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു 12 കൊല്ലത്തിന് ശേഷം നമ്മളെ എംബസിയിൽ പോകുമ്പോഴത്തേക്ക് ഫുള്ള് മലയാളീസ് ആണ്. അതെ, മലയാളീസ് ആണ് എസ്പെഷ്യലി ഏറ്റവും കൂടുതലുള്ള സ്റ്റുഡൻസ്. ഒരുപാട് പേര് ഇപ്പൊ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. ഒരുപാട് പേര് അത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന കേരളത്തിൽ നിന്നാണ്. ഏകദേശം ഒരു വർഷം 300-ഓളം വിദ്യാർത്ഥികൾ മാത്രം വരുന്നുണ്ട്. കൂടുതൽ സ്റ്റുഡൻസും വരുന്നത് തന്നെ ടൂറിസം പഠിക്കാനും, ലോജിസ്റ്റിക്സ്, ടൂറിസം, അതില് ബാച്ചിലർ കോഴ്സ് ചെയ്യാനും അതോടൊപ്പം PhD ചെയ്യാൻ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ വർക്ക് വിസയിൽ വരുന്ന കുറെ പേരും ഉണ്ട്. അപ്പം നമ്മളിപ്പോ ഇപ്പോഴാണ് കുറെ പേരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നത്. അതായത് നമ്മൾ ലാഷ്കോലായതുകൊണ്ട് തന്നെ നമുക്ക് ക്യാപിറ്റലിലോട്ട് പോകേണ്ട അത്യാവശ്യങ്ങൾ വരാറില്ല. അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ചില പ്രോഗ്രാംസിനൊക്കെ ലുബ്ലിയാന പോകുമ്പോൾ കുറെ മലയാളി കുട്ടികളെ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട്. ഇപ്പൊ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്, മലയാളി കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് കുറെ പേരെ കാണാൻ പറ്റുന്നല്ലോ. നേരത്തെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കുറച്ച് പേര്, നമുക്കൊരു ടീം ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ടീമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, കാണും, ആഘോഷങ്ങള് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ഉള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. പിന്നെന്താ, സ്ലോവേനിയയെ പറ്റി കൂടുതൽ പറയാനായിട്ട് എന്താ, ഇനിയും ഒരുപാടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ ഉണ്ടെങ്കിൽ എന്റെ സ്ലോവേനിയ ബോർഡർ ടു ബോർഡർ പോവാൻ പറ്റും. ചെറിയ എന്ന് വെച്ചാൽ മറ്റേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനത്തേക്ക് വരെ ഏകദേശം ഒരു 3 മണിക്കൂർ മതിയോ? അത്രേ ഉള്ളൂ. ചെറിയ രാജ്യമാണ്, പക്ഷെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളും. പിന്നെ ഇതൊരു സെൻട്രൽ യൂറോപ്പിന്റെ തന്നെ ഒരു സെൻട്രൽ ഭാഗമായതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റു പലയിടത്തേക്കും ഏകദേശം തുല്യ ദൂരമാണുള്ളത്. സ്ലൊവേനിയയിൽ നിന്ന് ഇപ്പം ഇറ്റലിക്ക് പോകാനാണെങ്കിലും, ക്രൊയേഷ്യക്ക് പോകാനാണെങ്കിലും, ഹംഗറിയിലേക്ക് പോകാനാണെങ്കിലും എല്ലായിടത്തേക്കും തുല്യ ദൂരമാണുള്ളത്. അപ്പൊ അതും ഇവിടത്തേക്ക് ഒരുപാട് പേര് വരാനുള്ളൊരു മെയിൻ റീസണും കൂടിയാണത്. അതെ അതെ. ഓക്കെ, അപ്പൊ കമ്മിങ് ബാക്ക് ടു അസ്, ഞാൻ ഒരു കൊച്ചിക്കാരിയാണ്. ഞാൻ കൊല്ലംകാരനും. കൊല്ലം കണ്ടവനില്ലം വേണ്ടെന്നല്ലേ പറയാ. ഓക്കെ, ഞാൻ നാട്ടിലൊരു HR അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് പറന്നു. ഇവിടെ ഞാൻ ചേട്ടന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ കുറച്ച് ഡാൻസ് പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കുഞ്ഞു വീഡിയോസ്, വലിയ ഫോളോവേഴ്സ് ഒന്നുമില്ല, വിരലിലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൊരു കുറച്ച് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് വരുന്നപ്പോഴാണ് ഈ സ്ലോവേനിയയെ പറ്റിയിട്ടുള്ള വലിയൊരു ഹൈപ്പ് നാട്ടിലുണ്ടെന്ന് അറിയുന്നത് തന്നെ. അപ്പം കുറെ എൻക്വയറീസും കുറെ കുട്ടികൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്, എങ്ങനെ ജോലി, പാർട്ട് ടൈം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, കാരണം നമ്മൾ ആരും ഇവിടെ പഠിക്കാൻ വന്നവരല്ല, വർക്ക് വിസയായിട്ട് വന്നതാണ്. ഇവര് ഡയറക്റ്റ് വർക്ക് വിസയിലാണ് വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് ജോലി കണ്ടെത്തിയതാണ്. അപ്പം നമുക്ക് അതിന്റെ വർക്കിന്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിയാം, പക്ഷെ എന്നാലും സ്റ്റഡീസിന്റെ കാര്യങ്ങൾ ഒട്ടും അറിയില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് വന്ന കാരണം ഒട്ടും അറിയില്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ്, കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കാരണം നമുക്ക് അറിയാം. അപ്പം അങ്ങനെ ഞാൻ കുറെ പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി. അതും ഒരു മെയിൻ റീസൺ ആണ് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സജീവമാകാമെന്ന് വിചാരിച്ചത്. അതെ, കാരണം നമുക്ക് കുറെ മെസ്സേജുകൾ വരുമ്പോ ഇരുന്ന് വർക്ക് ഉള്ളത് കാരണം നമുക്ക് റിപ്ലൈസ് കൊടുക്കാൻ ഒരുപാട് പാടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ കുറെ പേർക്കും മാക്സിമം നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് നമ്മൾ വീഡിയോസിലൂടെയൊക്കെ പറയാം. പക്ഷെ സ്റ്റുഡന്റ് ലൈഫിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ കുറെ കുട്ടികൾ വീഡിയോസ് അല്ലാതെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം വലിയ ക്ലാരിറ്റി ഇല്ല, എന്നാലും നമുക്ക് അറിയുന്ന ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്തായാലും ചാനൽ തുടങ്ങാം, നമുക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാം എന്ന് കരുതുന്നത്. അപ്പൊ ഇനിയുള്ള നമ്മളുടെ വീഡിയോസ് സ്ലോവേനിയയെ പറ്റിയും അതുപോലെ നമ്മുടെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം
നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ എല്ലാ ഒരു കീഴ്വഴക്കങ്ങളാവുമ്പോ അല്ലേ, എങ്ങനെയത് പറയാ, ലൈക്ക് കീഴടക്കാകുമ്പോ കീഴ്വഴക്കമാവുമ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അങ്ങനെയല്ലേ പറയാ. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ വഴി കാണിക്കും. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഓക്കെ, ബൈ.